സമയക്രമത്തെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് നടു റോഡിൽ ബസ്സുകൾ കൂട്ടിയിടിപ്പിച്ച് ജീവനക്കാർ. കോഴിക്കോട് മെഡിക്കൽ കോളേജിന് സമീപമാണ് സ്വകാര്യ ബസ് ജീവനക്കാർ തമ്മിൽ തർക്കമുണ്ടായത്. ബസ്സിന് പിന്നിലുണ്ടായിരുന്ന ബൈക്ക് യാത്രക്കാരൻ തല നാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. വിശദാംശങ്ങളുമായി എം മുബാറക്കാണ് ചേരുന്നുള്ളത്. മുബാറക്, വലിയ അതിക്രമമാണല്ലോ, എന്ത് തോന്നിയവാസമാണ് ഈ നടു റോട്ടിലൊക്കെ വെച്ച്, അതും ബാക്കിയുള്ള മനുഷ്യർ കൂടി ഉണ്ടായിരിക്കെ പൊതുജനങ്ങളെല്ലാം അവിടെ നോക്കി നിൽക്കെ തന്നെയാണ് ഇങ്ങനൊരു അതിക്രമം കാണിക്കുന്നുള്ളത്. എന്താണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്? ലിനിഷ, ഇന്നലെ വൈകുന്നേരം 5 മണിയോട് കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു അതിക്രമം, ഇങ്ങനെ ഒരു ഞെട്ടിക്കുന്നൊരു കാഴ്ച കോഴിക്കോട് മെഡിക്കൽ കോളേജ് പരിസരത്ത് കണ്ടത്. ഇത് കോഴിക്കോട് നിന്നും മെഡിക്കൽ കോളേജിലേക്ക് നടത്തുന്ന 2 ബസ്സാണ്. ഇവർ തമ്മിൽ മത്സരയോട്ടത്തിൻ്റെയും അതുപോലെ തന്നെ സമയക്രമത്തിൻ്റെയും ഭാഗമായിട്ടുള്ള തർക്കം തന്നെയാണ് ഇത്തരത്തിലേക്കുള്ളൊരു കയ്യേറ്റത്തിലേക്കും അതുപോലെ ഇങ്ങനെ ഒരു അപകടത്തിലേക്കും കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചതെന്നുള്ളതാണ്. നമ്മൾ ദൃശ്യങ്ങളിൽ ആദ്യം കാണുന്നത് പോലെ തന്നെ ഈ 2 ബസ്സുകളും മത്സരയോട്ടത്തിലൂടെ ആ ബസ് സ്റ്റോപ്പിലേക്ക് എത്തുന്നു. അവിടെ എത്തി ഈ ഇടതുവശത്തു കൂടി ഈ പിന്നിലുള്ള ബസ് മുൻപോട്ടെടുക്കുന്നു. അതിനുശേഷം മറ്റു ബസ്സിലെ കണ്ടക്ടറുമായിട്ട് വാക്കേറ്റമുണ്ടാകുന്നു. ഇതിനെ തുടർന്ന് ബസ്സിലെ ഡ്രൈവർ വാഹനത്തിന് പുറത്തിറങ്ങി മുൻപിലെ വണ്ടിയുടെ ഡ്രൈവറുമായിട്ട് തർക്കവും കയ്യേറ്റവും ഉണ്ടാകുന്ന ഒരു കാഴ്ചയുണ്ടാകുന്നു. ഇതിനുശേഷമാണ് ഇതിനോടുള്ളൊരു പ്രതികാര നടപടിയായിട്ടാണ് മുൻപിലെ ബസ്സുകാരൻ വാഹനം പിന്നോട്ടെടുത്ത് ഈ പിറകിലെ ബസ്സിലേക്ക് ഇടിച്ചു കയറ്റിയത്. നമുക്ക് പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ യാത്രക്കാരുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ പിന്നിൽ, അതായത് ഈ ബസ് ബാക്കിലേക്ക് എടുത്ത് ഇടിക്കുന്ന സമയത്ത് അതിൻ്റെ പിന്നിൽ ഒരു ബൈക്ക് യാത്രികൻ കുടുങ്ങുന്നതും നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. ഇത്രയും ഒരു വലിയ ഗുരുതരമായൊരു സംഭവമാണ്. ഈ ഒരു ബൈക്ക് യാത്രികാരൻ തലനാരിഴയ്ക്കാണ് അദ്ദേഹം രക്ഷപ്പെട്ടത് എന്നുള്ളതാണ്. എന്തായാലും ഒരു കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഭാഗത്ത്, അതും നഗരമധ്യത്തിൽ തന്നെ ഇത്രയും വലിയൊരു ഗുണ്ടായുസമാണ് ഇതുപോലെ സ്വകാര്യ ബസ് ജീവനക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. നമ്മൾ ആ ബസ്സിൽ വായിക്കുമ്പോൾ ഹസ്ബി എന്ന് പേരുള്ള ഒരു ബസ്സാണ് ഈ തരത്തിലുള്ള അക്രമം കാണിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. എന്തായാലും ഇവർക്കെതിരെയുള്ള നടപടി പോലീസ് എടുക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ലിനിഷ, ശരി, നന്ദി മുബാറക്ക് വിവരങ്ങൾക്ക്.